മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് ജാനകി എന്ന പേര് നൽകിയതെന്നും അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് ജാനകി എന്ന പേര് മാറ്റണമെന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ ആവശ്യം. എന്നാൽ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദിച്ചത് ഒരൊറ്റ ചോദ്യമാണ്: സിനിമയിൽ എന്തുകൊണ്ട് ഈ പേര് മാറ്റണം? ജാനകി എന്ന പേര് മതവുമായി കൂട്ടിക്കലർത്തേണ്ട ആവശ്യം എന്താണുള്ളത്? നമസ്കാരം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ വലിയൊരു റിലീസ് പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. സെൻസർ ബോർഡ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വസ്തുത. ജാനകി എന്ന പേര് നീക്കം ചെയ്യണമെന്നും 96 തവണ ജാനകി എന്ന പേര് ഈ സിനിമയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നും ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ പേര് മ്യൂട്ട് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ വേറൊരു പേരായിട്ട് ഡബ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം. സ്വാഭാവികമായി സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ ഈ ഒരു ചോദ്യം വളരെയധികം പ്രസക്തമാണ്. സെൻസർ ബോർഡ് എവിടെയാണ് ഇതിന് അതിർവരമ്പ് വെക്കേണ്ടത്? സെൻസർ ബോർഡിന് ഇതിന് അവകാശമുണ്ടോ? സെൻസർ ബോർഡിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം സംവിധായകനായ പ്രവീൺ നാരായണൻ തന്നെ കഴിഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനൊരു പേര് പോലും വെക്കാൻ പാടില്ലേ, ഹിന്ദു പേരുകളിൽ ഇങ്ങനെ എല്ലാം കളയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പേരാണ് ഹിന്ദുക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചിരുന്നു. ഒരു പേരിൽ പോലും ചങ്ങലയിടാൻ ഇതെന്താ താലിബാനാണോ എന്നുള്ളതും സംവിധായകൻ പ്രവീൺ നാരായണൻ ചോദിക്കുകയും ചെയ്തു. എന്തായാലും ഇത് ആദ്യമായിട്ടല്ല മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു സെൻസർ കട്ട് വരുന്നത്. സെൻസർ ബോർഡുകൾ ഇതുപോലെ പലതവണ ചില സിനിമകൾ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചിലത് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചിലത് റീസെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ചരിത്രങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ലെങ്കിൽ പോലും ഇങ്ങനൊരു സംവിധായകന്റെ കലാസൃഷ്ടിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കലാകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും സെൻസർ ബോർഡ് രൂപം കൊണ്ടത് തന്നെ 1952-ലാണ്. അന്ന് ഇതിന്റെ പേര് ബോംബെ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സ് എന്നതായിരുന്നു. പിന്നീടാണ് അത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സ് ആക്കി മാറ്റിയതും പിന്നീട് അത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന നമ്മളിപ്പോൾ കാണുന്ന പേരാക്കി മാറ്റുകയും ചെയ്തത്. പക്ഷേ ഈ CBFC എന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനുള്ളിൽ അവരുടേതായ പല ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് പലപ്പോഴായി അമെൻഡ് ചെയ്യപ്പെടാത്തതാണ് എന്നുള്ളതാണ് വസ്തുത. അതായത് 1975 ആണ് എമർജൻസി സിറ്റുവേഷൻ ഇന്ത്യയിൽ വരുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് പോലും അതിൻ്റെ 50 വർഷം പൂർത്തിയായി എന്നുള്ളത് നമ്മൾ വാർത്തകളിലും കണ്ടതാണ്. സ്വാഭാവികമായും അന്ന് പോലും ഉണ്ടാക്കി വെച്ച പല നിയമങ്ങൾ ഇന്നും സെൻസർ ബോർഡിന്റെ ഈ നിയമാവലിയിൽ ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയല്ലേ. അതായത് പല നിയമങ്ങൾക്കും 50 വർഷത്തിന്റെ പഴക്കമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു സിനിമയ്ക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കേഷൻ അതിപ്പോൾ പല കാറ്റഗറിയിലുണ്ട്. U മുതൽ UA മുതൽ A മുതൽ R മുതൽ S, അങ്ങനെ പല കാറ്റഗറി ഡിവിഷൻ ചെയ്തുകൊണ്ട് ഇത് ഏത് സിനിമ ഓഡിയൻസിന് കാണാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത് ഈ സെൻസർ ബോർഡാണ്. അതിനുശേഷം വരുന്ന ഒരു 30 സെക്കൻഡിന്റെ ക്യാൻസറിന്റെ പരസ്യം, അതിനുശേഷം വരുന്ന ഒരു 20 സെക്കൻഡ് പുകവലിയുടെ പരസ്യവും, ഇതെല്ലാം ഈ സെൻസർ ബോർഡിന് തന്നെ സർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഈ സിനിമ സംബന്ധിച്ച് സെൻസർ ബോർഡ് പാനൽ തന്നെ 4 പേരുണ്ടാകാറുണ്ട്. 2 സ്ത്രീകളും 2 പുരുഷന്മാരും. ഇവർ തീരുമാനിക്കുന്ന പ്രകാരം ഇവരൊരു സിനിമ നോക്കിക്കണ്ട് അതിനുശേഷം എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് അവർ നോക്കിക്കാണുകയാണ് പതിവായ രീതി. ഏതെങ്കിലും ഒരു പുകവലി രംഗമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെൻഷനിങ് കൊടുക്കുക, ഏതെങ്കിലും ഒരു വയലൻസ് രംഗമുണ്ടെങ്കിൽ അതനുസരിച്ച് കാണിക്കുക, അങ്ങനെ തുടങ്ങി ഇവരുടെ നിയമാവലിക്കുള്ളിൽ തന്നെ പല പല കാര്യങ്ങളുമുണ്ട്. അതിൽ പ്രധാനമായും ഈ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തിനെയും നിർമ്മാതാവിനെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ വയലൻസിൻ്റെ രംഗം ആവശ്യമുണ്ടോ, അത് പോർട്രേ ചെയ്തത് നല്ല രീതിയിലാണോ അതോ മോശമായ രീതിയിലാണോ എന്നുള്ളത് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവർ അന്വേഷിക്കാറുണ്ട്. ഓ ബേബി എന്ന ചിത്രത്തിൻ്റെ സമയത്ത് തിരക്കഥാകൃത്ത് രഞ്ജൻ പ്രഭു തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ സിനിമയുടെ സമയത്ത് വയലൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും തന്നെ സെൻസർ ബോർഡിൻ്റെ അംഗങ്ങൾ വിളിച്ചു ചേർക്കുകയും പിന്നെ ഇതിലെ വയലൻസ് രംഗത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സമൂഹത്തിലേക്ക് തെറ്റായ രീതിയിലല്ല ഈ വയലൻസ് പോകുന്നുണ്ടെന്ന് മാത്രം ഈ സിനിമയ്ക്ക് അതിൽ കട്ട് വന്നില്ല എന്നുള്ളത് തിരക്കഥാകൃത്ത് രഞ്ജൻ പ്രമോദ് പറയുകയും ചെയ്തു. അദ്ദേഹം തന്നെയാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ഇതുപോലെ മലയാള സിനിമയിൽ ബാൻ ചെയ്യപ്പെട്ട സിനിമകളും ഉണ്ട്. പാബ്ലിയോ ബുദ്ധ എന്ന് പറയുന്നൊരു സിനിമ അതിന് ഉദാഹരണമാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് മോശമായ രീതിയിൽ പരാമർശങ്ങളുണ്ടെന്നും മോശമായ രീതിയിൽ അദ്ദേഹത്തെ പോർട്രേ ചെയ്യുന്നുണ്ടും എന്നതുമായിരുന്നു സെൻസർ ബോർഡിലെ അംഗങ്ങൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ സിനിമ ബാൻ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ആ സിനിമ അതുപോലുള്ള ഭാഗങ്ങൾ അവർ മ്യൂട്ട് ചെയ്യുകയും ചില രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തതിന് ശേഷമാണ് ആ ചിത്രം റിലീസിനെത്തിയതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെയായിരുന്നു മറ്റൊരു ചിത്രം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും. അതിൽ പരിശുദ്ധാത്മാവ് എന്ന പേര് മാറ്റണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അതിനുശേഷം പിതാവിനും പുത്രനും എന്ന പേരിൽ ഈ സിനിമ വീണ്ടും വന്നു. പിതാവിനും പുത്രനും എന്ന ഈ ചിത്രത്തിൽ സിസ്റ്റർ അഭയെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് മാത്രം ഈ സിനിമ ബാൻ ചെയ്യപ്പെടുകയും വരെ ചെയ്തു. ചായം പൂശിയ വീട്, സന്തോഷ് ബാബുസേനൻ, സതീഷ് ബാബുസേനൻ എന്നീ 2 സംവിധായകരുടെയും ചിത്രമായിരുന്നു ചായം പൂശിയ വീട്. ഈ ചിത്രത്തിനും ബാൻ ഉണ്ടായിരുന്നു. സെൻസർ ബോർഡിൽ അംഗങ്ങൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നഗ്നതാ പ്രദർശനത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ സിനിമയിൽ നഗ്നത ആവശ്യമാണെന്ന് ഇതിൻ്റെ സംവിധായകർ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ സംവിധായകർ തന്നെ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ടെങ്കിലും സെൻസർ ബോർഡിന് സർട്ടിഫൈ ചെയ്ത് തരാമായിരുന്നു എന്നതുപോലും ഈ സംവിധായകർ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങളാണ്. പക്ഷേ ഇത് എപ്പോഴും
പ്രാവർത്തികമാകാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഫെസ്റ്റിവലുകളിൽ റിലീസ് ചെയ്യണമെങ്കിൽ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഏത് സിനിമകളും കാണാമെന്നുള്ളതാണല്ലോ ഫെസ്റ്റിവൽ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏത് സിനിമകൾക്കും ഡോക്യുമെൻ്ററിക്കും അവിടെ പ്രദർശിപ്പിക്കാൻ സെൻസർ ബോർഡിൻ്റെ അനുമതി വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇക്കഴിഞ്ഞ ഏറ്റവും വലിയ വിവാദമായിരുന്നു ജോജു ജോർജിൻ്റെയും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയും വിവാദം. അതിൽ ജോജു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചുരുളി എന്ന സിനിമയിൽ താൻ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് താൻ തെറി പറയുന്ന വേർഷൻ ഫെസ്റ്റിവലുകളിൽ മാത്രമേ യൂസ് ചെയ്യുക എന്നുള്ളത് സംവിധായകൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ജോജു പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് അവിടെയാണ് ഈ ഫെസ്റ്റിവലുകളുടെ പോയിന്റ് വരുന്നത്. അവിടെ നമുക്ക് സംഭാഷണങ്ങൾ ഉപയോഗിക്കാം, വയലൻസ് യൂസ് ചെയ്യാം, സെക്സ് യൂസ് ചെയ്യാം, അങ്ങനെ പല പല മോഡ്സ് യൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അതിന് സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് ഫെസ്റ്റിവലുകളിൽ മാത്രമേ യൂസ് ചെയ്യൂ എന്നുള്ളത് ജോജു ജോർജ് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നേരത്തെ ആ പോയിന്റ് മെൻഷൻ ചെയ്യേണ്ടി വന്നത്. ഇതെല്ലാം ഈ സർട്ടിഫിക്കേഷൻ അണ്ടറിലും വരുന്ന ഓരോ കൊച്ചു കൊച്ചു പോയിന്റ്സ് മാത്രമാണ്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നൊരു സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്നു. പക്ഷേ റിലീസ് ചെയ്തത് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന പേരിലാണ്. സെൻസർ ബോർഡ് അംഗങ്ങൾ ഇതിന്റെ സംവിധായകനോടും തിരക്കഥാകൃത്തരോടും നിർമ്മാതാവിനോടും പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ചിത്രത്തിന്റെ ടൈറ്റിലിൽ ഭാരതം എന്ന പേര് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. ഇതിന്റെ സംവിധായകർ തിരിച്ച് സെൻസർ ബോർഡിനോട് എന്തുകൊണ്ട് ആ പേര് മാറ്റണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ സെൻസർ ബോർഡ് അംഗങ്ങൾ പറഞ്ഞത് അതിന് ഞങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടും ഈ സിനിമകളിൽ സെൻസർ കട്ടുകൾ വരാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എമ്പുരാൻ എന്ന ചിത്രം ആദ്യം സെൻസർ ചെയ്തുകൊണ്ട് പിന്നീട് മര്യാദയ്ക്ക് തന്നെ റിലീസ് ചെയ്ത സിനിമ പിന്നീട് സൊസൈറ്റിക്കിടയിൽ ഒരുപാട് ഡിസ്പ്യൂട്ട് ഉണ്ടായതിനു ശേഷം ഇതിന്റെ നിർമ്മാതാക്കൾ വീണ്ടും റീസെൻസറിങ്ങിന് അപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ചിത്രത്തിൽ 17ഓളം കട്ടുകൾ വരുന്നത്. അതായത് ആദ്യം സെൻസർ ബോർഡ് ഈ സിനിമ കണ്ടിട്ട് ഒരു കുഴപ്പവുമില്ല എന്ന് കരുതിയ സിനിമ പിന്നീട് ഈ സിനിമ വീണ്ടും റീസെൻസർ ചെയ്തപ്പോഴേക്കും 17 കട്ടുകൾ കാണുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ്. ഇങ്ങനെ സെൻസർ ബോർഡുകളാൽ കട്ട് ചെയ്യപ്പെടുന്ന ഒരുപാട് സിനിമകളുമുണ്ട്. മുൻപ് നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ പോലും ഇതുപോലുള്ള പല സിനിമകളും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് മുൻപ് തന്നെ പല സിനിമകളും റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഡോക്യുമെൻ്ററികൾ വന്നിട്ടുണ്ട്. പലപ്പോഴൊക്കെ ഈ സിനിമകൾക്ക് ഇന്ന് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് CBFCയുടെ ഗൈഡ് ലൈൻസ് വളരെ സ്ട്രോങ് ആണ്. അവർ എന്തുണ്ടെങ്കിൽ പോലും അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും, അത് കട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. നിർമ്മാല്യം പോലൊരു ചിത്രത്തിൽ വിഗ്രഹത്തിന് നേരെ തുപ്പുന്ന രംഗമൊക്കെ ഇന്ന് ഒരു സിനിമയായി മാറുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനെങ്കിലും കഴിയുമോ? കാരണം അന്ന് ഇതൊരു വലിയ പ്രശ്നമായിരുന്നില്ല, ഇന്ന് അതൊരു വലിയ പ്രശ്നമാണ്. വർഗീയ പ്രശ്നങ്ങൾ, ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെൻസർ ബോർഡ് ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. സെൻസർ ബോർഡിനെ വിമർശിക്കുന്ന താരങ്ങൾ പലരാണ്. അതിപ്പോൾ മലയാളത്തിൽ തുടങ്ങി ബോളിവുഡിൽ തുടങ്ങി പല പ്രമുഖ താരങ്ങളും സെൻസർ ബോർഡിനെ പലപ്പോഴായി വിമർശിച്ചിട്ടുണ്ട്. സിനിമയെ സെൻസർ ചെയ്യുക, അതിനാവശ്യമുള്ള സർട്ടിഫിക്കേഷൻ എന്താണ് നൽകുക, ഇത് മാത്രമാണ് സെൻസർ ബോർഡിൻ്റെ ജോലിയെന്നും അതിനിടയിൽ ബാൻ ചെയ്യാനും ഈ രംഗം എന്തിനാണെന്നും ഉള്ള ചോദ്യങ്ങൾ സംവിധായകരോട് ചോദിക്കാനുള്ള അവകാശവും അധികാരവും ആരാണ് സെൻസർ ബോർഡിന് നൽകിയതെന്നുള്ള പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഇവിടെ താരങ്ങൾ, സംവിധായകർ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചോദിച്ചിട്ടുമുണ്ട്. എന്നാൽ പോലും സെൻസർ ബോർഡിൽ പണ്ട് കാലങ്ങളിലുള്ള പല ബൈലോസും നിയമങ്ങളും ഗൈഡ് ലൈൻസും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. സെൻസർ ബോർഡിന് ഇങ്ങനൊരു പ്രതിസന്ധിയും പ്രശ്നവും തുടരേണ്ട ആവശ്യമുണ്ടോ? ചർച്ച ചെയ്യേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, പറയേണ്ടത് ജനങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. താങ്ക് യു.